എന്തെങ്കിലും ചോദിക്കാണോ ചോദിച്ചു. ഞാനെല്ലാം പറയാനുള്ളത് രാവിലെ എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഒരു മിനിറ്റ് ഇത് ചോദിക്കാനുള്ളത് ചോദിക്കുക. ഞാൻ രാവിലെ പറയാനുള്ളതൊക്കെ മാധ്യമങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. അത് നിങ്ങൾ രാവിലെ വരാത്തതുകൊണ്ട് ഞാൻ കൃത്യമായി പറഞ്ഞിരുന്നു. നാളെ MLA ആയി, പുതുപ്പള്ളിയുടെ MLA ആയി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ദിവസമാണ്. ഞാൻ ഇത്ര ദിവസം തിരുവനന്തപുരത്താണ്. അപ്പം ഞാൻ എൻ്റെ പിതാവിൻ്റെ കല്ലറയിൽ വന്ന് അനുഗ്രഹം വാങ്ങിക്കാൻ വന്നതാണ്. അപ്പോൾ ഞാൻ തിരിച്ചു പോകുന്ന വഴിക്ക് ഒരു യാത്ര ആയി അത് മാറ്റിയെന്ന് ഞാൻ കണ്ടു. ഒരു കാരണവശാലും അംഗീകരിക്കുന്ന പ്രശ്നമില്ല. ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കത്തില്ല. ഒരു അനൗൺസ്മെൻറ്റ് ഉണ്ടാവാൻ പാടില്ല. ആരെങ്കിലും ഞാൻ 1-2 ഫ്ലെക്സ് എവിടെയോ ഇരിക്കുന്നത് കണ്ടു വാട്സപ്പിലൊക്കെ. ഒരു കാരണവശാലും അത് പറ്റത്തില്ല. എല്ലാ ഫ്ലെക്സുകളും മാറ്റണം. ഇത് ഒരു തെറ്റിദ്ധരിക്കപ്പെടാൻ സാധ്യതയുണ്ട്. എനിക്ക് എൻ്റെ സഹോദരങ്ങളോട്, എന്നെ സ്നേഹിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. കഴിഞ്ഞ 4 ദിവസം ഞാൻ അനുഭവിച്ചതിൻ്റെ ഏറ്റവും പാരമ്യത്തിലെത്തിയിരിക്കുകയാണ്. ഇത് അടുത്ത ലെവലിലേക്ക് നിങ്ങൾ കൊണ്ടുവരുന്നത്. എൻ്റെ പാർട്ടിയെ ഞാൻ ജീവന തുല്യം സ്നേഹിക്കുന്ന ആളാണ്. 26 വർഷം ഞാൻ ഈ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച, 23 വർഷം ഒരു സ്ഥാനം വഹിക്കാതെ പ്രവർത്തിച്ച ഒരാളാണ്. എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ അപമാനമാണ് എനിക്ക് തന്നിരിക്കുന്നത്. എൻ്റെ പേര് മന്ത്രിസ്ഥാനത്തിലേക്ക് വലിച്ചെടുത്തു. ഇനി നിങ്ങൾ എന്നെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോയി ഞാൻ പാർട്ടി വിരുദ്ധനാക്കി മാറ്റുന്നത് നിങ്ങൾ ചെയ്യരുത്. എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാൻ, എൻ്റെ സഹോദരങ്ങളോടാണ്, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. എനിക്ക് നിങ്ങളോടാണ് പറയാനുള്ളത്. ഒരു കാരണവശാലും എൻ്റെ പാർട്ടിക്കെതിരായി ഞാൻ ജീവിതത്തിൽ ഞാൻ ചിന്തിച്ചിട്ടില്ല. എൻ്റെ ജീവിതം കൊണ്ടാണ് ഞാൻ ഈ പാർട്ടിയെ ഞാൻ സേവനം നടത്തിയിട്ടുള്ളത്. അതെൻ്റെ പിതാവാണെങ്കിൽ ഞാൻ അങ്ങനെയാണ് അദ്ദേഹത്തെ തേക്കറിയുള്ളത്. പക്ഷേ ഒരു നിർഭാഗ്യവാനായ മകനാണ് ഞാൻ. സ്വന്തം അപ്പനെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് കേട്ട മകനാണ്. അങ്ങനെയുള്ള കേൾവിക്ക് നിങ്ങൾ ഇട കൊടുക്കരുത് എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അതുകൊണ്ട് ഈ യാത്ര ഒരു ശക്തി പ്രകടനമല്ല, ഒരു വെല്ലുവിളിയല്ല. നിങ്ങളത് ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ ഞാൻ അനൗൺസ്മെൻറ്റ് പാടില്ല. എനിക്ക് ഒരു കാരണവശാലും ഒരു പബ്ലിസിറ്റി പാടില്ല. നിങ്ങൾ ഇങ്ങനെ കൂടെ നിൽക്കുന്നവല്ലോ ആണെങ്കിൽ ഞാൻ വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങത്തില്ല. വേണേൽ കൈ തന്നു പോകാം എന്ന് മാത്രം. അത് മാത്രമേ സാധിക്കത്തുള്ളൂ. നിങ്ങൾ ഈ അവസരത്തിൽ ഒരു തരത്തിലൊരു വെല്ലുവിളിയാണെന്ന് വിചാരിക്കരുത്. അങ്ങനെയുള്ള ഫ്ലെക്സ് ബോർഡുകളൊക്കെ മാറ്റണം. ഒരു കാരണവശാലും അങ്ങനെയുള്ള ഫ്ലെക്സ് ബോർഡുകൾ വെക്കാൻ പറ്റത്തില്ല. അത് വെച്ചവർ മാറ്റുക, അല്ലെങ്കിൽ അതിന് ഉത്തരവാദിത്തപ്പെട്ടവർ ആ നടപടി എടുത്തേ പറ്റത്തുള്ളൂ. ഇത് ആ സ്വീകരണ പരിപാടികളൊക്കെ ഓരോ കേന്ദ്രങ്ങളിൽ ക്രമീകരിച്ചിരിക്കുന്നത് പിന്നെ ആരാണ്? അത് അവർക്കേ അറിയത്തുള്ളൂ, ചെയ്തവർക്ക്. എന്നെ ആരും ഒന്നും എന്നെ ആരും ബന്ധപ്പെട്ടില്ല. അതിപ്പം ഞാൻ ഇവിടുന്ന് വരുന്നവർ അറിയാമല്ലോ, ഞാനിവിടെ വരുന്ന അറിയാമല്ലോ. ഇന്ന് ഞാൻ വൈകിട്ട് വന്ന് എനിക്ക് പോകേണ്ടത് അറിയാമല്ലോ. അതെൻ്റെ സഹപ്രവർത്തകർക്ക് എന്തായാലും അറിയാം. പുതുപ്പള്ളിയിൽ എത്ര ഭൂരിപക്ഷത്തിൽ വിജയിച്ച് ചാണ്ടി മന്ത്രിയായി കാണണമെന്ന് പുതുപ്പള്ളിക്കാർക്കും ഒരുപാട് ആളുകൾക്കും ആഗ്രഹമുണ്ടായിരുന്നു. അതൊക്കെ പലരും നേരിട്ട് വന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ളവരുടെ ഒരു കൂട്ടം ആണോ ഇപ്പോൾ വരുന്നത്? ഇത് എൻ്റെ മണ്ഡലത്തിൽ എന്നോട് സ്നേഹമുള്ളവർ വന്നിരിക്കുകയാണ്. അത് സ്വാഭാവികമായിട്ട് വരും. കാരണം ഇന്ന് ഞാൻ സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്ന ദിവസമാണ്. അതിന് വരുന്നതിന് ഒരു തെറ്റും ഞാൻ കാണുന്നില്ല. അവർ വന്നാലും അത് സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ്. എൻ്റെ മണ്ഡലത്തിലെ എൻ്റെ സഹപ്രവർത്തകരാണ്, എൻ്റെ ജനങ്ങളാണ്. അവർക്ക് ഒരുമിച്ച് നിൽക്കാനും വരാനും ഒക്കെ സാഹചര്യം. MLA ന്യൂട്രലായതാണോ ഒരു സ്ഥാനം ലഭിക്കാതിരുന്നത്? അപ്പോൾ കാരണം പ്രബലമായ 3 നേതാക്കളും കൈയൊഴിഞ്ഞു എന്നാണ്. ഞാൻ ജീവിതത്തിൻ്റെ തുടക്കം മുതൽ ഇന്ന് വരെ ഒരു കോൺഗ്രസ്സുകാരനായിരുന്നു. നിങ്ങൾക്കറിയാം, എൻ്റെ പിതാവ് മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും എൻ്റെ നിലപാട് കോൺഗ്രസിനോടൊപ്പമായിരുന്നു. എൻ്റെ നിലപാട് രാഹുൽ ഗാന്ധിയോടൊപ്പമാണ്. രാഹുൽ ഗാന്ധിയോടൊപ്പം 4000 കിലോമീറ്റർ ഈ രാജ്യത്തിൻ്റെ ഐക്യത്തിന് ഒരുമിക്ക് വേണ്ടി ഞാൻ യാത്ര ചെയ്ത വ്യക്തിയാണ്. ഞാൻ ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് യോഗത്തിൽ പങ്കെടുത്തിട്ടില്ല ഇതുവരെ. എൻ്റെ പിതാവ് ഉള്ളപ്പോൾ പോലും ഒരു ഗ്രൂപ്പ് യോഗത്തിൽ പങ്കെടുക്കാത്ത ഒരാളാണ് ഞാൻ. അപ്പോൾ പിന്നെ
ഞാൻ എൻ്റെ നിലപാടിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവുമോ? ചാണ്ടി മറ്റൊരു ഞാനിത് പുറത്ത് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കാത്തൊരു കാര്യം ഇപ്പോൾ ചോദിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്. ഞാൻ എന്നും ഒരു കോൺഗ്രസ്സുകാരനാണിതും ആണ്, ഇനി അങ്ങനെ. അതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ എനിക്ക് പറയാനില്ല. ചാണ്ടി, ഈ കോട്ടയത്തിന് ഒരു കോൺഗ്രസ് മന്ത്രി ഇല്ല. പ്രത്യേകിച്ചും ഈ താങ്കളും തിരുവനന്തപുരം രാധാകൃഷ്ണനും ഈ പറഞ്ഞ പോലെ ഒരു ന്യൂട്രൽ നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് മധ്യസ്ഥാനത്തേക്ക് വരാതിരുന്നത് എന്ന് പറയുന്നത്. ആദ്യമായിട്ടാണ് കോട്ടയത്തൊരു മന്ത്രി ഇല്ലാത്ത ഒരു അദ്ദേഹം സ്പീക്കറല്ലേ? തിരുവഞ്ചൂർ സാറ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒറ്റയാളേ ഉള്ളൂ സ്പീക്കർ. മുഖ്യമന്ത്രി കൂട്ട് തന്നെ അതും ഒറ്റയാളേ ഉള്ളൂ. മുഖ്യമന്ത്രി കഴിഞ്ഞാൽ ഗവർണർ, മുഖ്യമന്ത്രി, സ്പീക്കർ, ഇതാണ് പ്രോട്ടോകോൾ. ഇപ്പം കേരളത്തിലെ ഏക സ്പീക്കർ അല്ലെങ്കിൽ സിംഗിൾ മാൻ, അതിൽപ്പരം അംഗീകാരം കോട്ടയത്തിന് കൊടുക്കാൻ പറ്റുമോ? പക്ഷേ ഇപ്പം മറ്റുള്ള സാഹചര്യം എന്താണെന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾ മുഖ്യമന്ത്രിയുടെ ചില എന്താ പറയുക ഡിസ്ക്രിപ്ഷൻസ് ഉണ്ട്, അദ്ദേഹത്തിൻ്റെ പുറത്ത് പ്രഷേഴ്സ് ഉണ്ട്, അതുപോലെ പാർട്ടി നേതൃത്വത്തിന് പ്രഷറുണ്ട്. അത് എന്താണെന്നുള്ളത് അവർക്കറിയാം. അവർ കറക്റ്റ് ഡിസിഷൻ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഒരു മന്ത്രിയാണെങ്കിൽ ഉണ്ടല്ലോ, UDF മന്ത്രി ഉണ്ടല്ലോ, അത് എങ്ങനെ മറക്കാൻ പറ്റും? ഒരു മന്ത്രി ഇല്ല എന്നങ്ങനെ പറയാം. UDF മന്ത്രിയുണ്ട്. ഞങ്ങൾ ഒറ്റ ടീമായിട്ട് പ്രവർത്തിക്കുന്നവരാ. അപ്പോൾ അതായാലും കുഴപ്പമില്ല. അപമാനിച്ചത് മാധ്യമങ്ങളാണ്. പറയാതിരിക്കാൻ വയ്യ. കാരണം നിങ്ങളെ ഇപ്പൊ വീണ്ടും തെറ്റിദ്ധാരണ വരുമെന്ന് പറഞ്ഞാൽ അത് കറക്റ്റായി പറഞ്ഞ കാര്യം കറക്റ്റാണ്. നിങ്ങൾ എങ്ങനെ ഈ വാർത്ത കൊടുത്തുവിട്ടത്? അതാ പറഞ്ഞത്. ഇവിടെ എനിക്ക് നിൽക്കാത്ത പ്രവാഹമാണ് എന്തിന്റെ അഭിനന്ദനത്തിന്. നിങ്ങളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ചേ. നിങ്ങൾക്ക് ഇതേ സാഹചര്യമാണെങ്കിൽ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും? നന്ദി സ്വീകരിക്കണോ, നന്ദി തള്ളണോ? അതുകൊണ്ട് ഇനിയെങ്കിലും മാധ്യമങ്ങൾ ചെറിയ നിങ്ങൾ എന്നോട് സ്നേഹം കൊണ്ടായിരിക്കാം, കേട്ടോ. നിങ്ങൾ കുറ്റം പറഞ്ഞല്ല കേട്ടോ. നിങ്ങളെ കുറ്റം പറയത്തേ ഇല്ല. നിങ്ങൾക്ക് ഞാൻ പറയും ജനങ്ങൾക്കുള്ള പ്രതീക്ഷ നിങ്ങൾ പ്രതിഫലിപ്പിച്ചത് ജനങ്ങൾക്കുള്ള പ്രതീക്ഷയാണെന്ന് ഞാൻ പറയും. ആ പ്രതീക്ഷ മാത്രമേ നിങ്ങൾക്കും ഉണ്ടായിരുന്നുള്ളൂ. അത് സ്വാഭാവികമായിട്ടുള്ളൊരു നീതി എന്ന നിലയിൽ ജനങ്ങളുടെ പ്രതീക്ഷ കാര്യം നിങ്ങൾ പ്രതിഫലിപ്പിച്ചത് ഞാൻ കരുതുള്ളൂ. അല്ലാതെ അപ്പം കറക്റ്റ് ലിസ്റ്റ് വന്നപ്പം മാധ്യമ പരിലാളന കിട്ടിയ ആളാണോ? നിങ്ങൾ തന്നെ സ്വയം ആലോചിച്ച് നോക്കൂ. മാധ്യമ പരിലാളന കിട്ടിയിട്ടുള്ള വ്യക്തിയാണോ എന്നത് നിങ്ങൾ ആലോചിച്ച്. ഞാനതിന് കമന്റ് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ നിങ്ങളൊന്ന് സ്വയം വിലയിരുത്തി നടത്തിയാൽ മതി. മുൻപത്തെ കാലങ്ങളിൽ ഞാൻ നടത്തുന്ന പ്രസ്താവനകൾ എങ്ങനെ വളച്ചൊടിക്കപ്പെട്ടു എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാം. ഞാൻ പറയാത്ത കാര്യങ്ങൾ ഞാൻ ഇപ്പം ഉദാഹരണ സഹിതം പറയണമെങ്കിൽ 5 വർഷങ്ങൾക്ക് മുമ്പ് മലപ്പുറത്ത് ഞാൻ നടത്തിയൊരു പ്രസംഗം ഒരു ക്രൈസ്തവ സമുദായത്തെ മൊത്തം ആക്രമിക്കുന്നു വരുത്തി തീർത്തില്ലേ? ഞാൻ പറഞ്ഞത് എന്താ, വല്ല രാജ്യത്തെ പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിൽ പറഞ്ഞ് ചർച്ച ചെയ്ത് കലഹിക്കണമെന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ഒരു സമൂഹത്തെയും സമുദായത്തെയും ആക്ഷേപിച്ചിട്ടില്ല. പക്ഷേ അതെങ്ങനെ വളച്ചൊടിക്കപ്പെട്ടു? എൻ്റെ പ്രസ്താവനകൾ ആരെങ്കിലും ചർച്ച ചെയ്തോ? തിരിച്ചുള്ള പ്രസ്താവന ചർച്ച ചെയ്തോ? പിന്നെ സോളാർ സമയത്തെ കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല. പരിലാളിനെ ഒത്തിരി ലഭിച്ച സമയമാണല്ലോ സോളാർ സമയം. നിങ്ങൾ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നെ കുറിച്ച്. തിരിച്ചതൊന്ന് റിവ്യൂ നടത്തിക്കേ. 10-13 വർഷം മുമ്പ് നടത്തിയ ആരോപണങ്ങൾ നിങ്ങൾ വിലയിരുത്തിയിട്ട് നിങ്ങൾ എന്തെങ്കിലും തെറ്റ് തിരുത്തിയിട്ടുണ്ടോ? ഒരിക്കൽ പോലും തെറ്റ് തിരുത്തി പാർട്ടി വിരുദ്ധനാക്കാൻ ഏതെങ്കിലും ഒന്നുമില്ല. അങ്ങനെ